തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ നീ എവിടെങ്കിലും പ്രൈസ് ഒറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ നീ ഒറ്റയ്ക്കല്ല എന്ന സംഭാഷണം ഞാൻ പ്രാരംഭമായി ആദ്യം തന്നെ വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ പ്രശസ്തമായ ഒരു ഭാഗത്തിലേക്ക് കൂടി വരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം, കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം. വേഗത്തിൽ ദൈവമക്കൾ കരങ്ങളെടുത്താട്ട്, വേഗത്തിൽ കരങ്ങളെടുത്താട്ട്. സ്തോത്രം. ഇങ്ങനെ പറയുന്നു 2 കൊരിന്ത്യർ 4-ാം അധ്യായം, അതിന്റെ സ്തോത്രം 10-11 വാക്യങ്ങൾ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങളിൽ എപ്പോഴും വഹിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ മധ്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് 12-ാമത്തെ വാക്യം, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ശ്രദ്ധിക്കുക. അതിന് വളരെ ശക്തമായ കാതലായ വ്യാഖ്യാനമുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്തോത്രം, യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കേണ്ടതിന്, ഞങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന് ഞങ്ങൾ സ്തോത്രം കർത്താവിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ മേശയുടെ ബന്ധത്തിൽ ഞാനിങ്ങനെ പറയാം. അവനിങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഈ അപ്പം നിങ്ങളും ഞാനുമായിട്ടുള്ള കൂട്ടായ്മയാ, ഈ രക്തം ഞാനും നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയാ. അപ്പം സ്തോത്രം ചെയ്ത് നുറുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നുറുക്കലിന്റെ ചില അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. ചില സ്തോത്രം നുറുങ്ങുന്ന അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. ചില വെല്ലുവിളിയുടെ ചില അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്ന സ്വർഗത്തോളം ഉയർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്തെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അത് അനേകർക്ക് പ്രയോജനപ്പെട്ടതുപോലെ നമ്മൾ ഇന്ന് പകൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി വില കൊടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി സമർപ്പണബോധത്തോടെ നിൽക്കുമ്പോൾ അനേകർക്ക് അനേക അനുഗ്രഹമായി നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവനങ്ങൾ മാറാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര വിശ്വാസത്തോടെ സ്തോത്രം പറയും. ആ വാക്യം മറന്നു പോകരുത്. വാക്യം വളരെ ശക്തമായിട്ട് അതിന്റെ 7-ാമത്തെ വാക്യം പിന്നീട് എടുത്ത് പറയുക. 7-ാമത്തെ വാക്യം കേട്ടോ. ദൈവത്തിന്റെ വചനം പറയുക, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രേ. കേട്ടോ. ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഞങ്ങളുടെ മൺപാത്രങ്ങൾ അത്രേ. ഇന്ന് പകൽ നാം മണ്ണ് നമ്മുടെ സ്തോത്രം ശരീര മൺകൂടാരത്തിലേക്ക് ഒരത്യന്ത ശക്തി ദൈവമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വിളിച്ചു പറയാ, ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ഈ അത്യന്ത ശക്തിയുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്തോത്രം ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. എന്താ യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ വഹിക്കാനുള്ള കാരണം? ഞങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ഈ വിളിക്ക് യോഗ്യരല്ലായിരുന്നു, ഞങ്ങൾ പുറത്തു നിൽക്കുന്നവരായിരുന്നു. കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ അകത്തു കയറ്റി. ഞങ്ങളിതിനെ വെല്ലുവിളിച്ചവരായിരുന്നു, ഞങ്ങളിതിനെ ഉപേക്ഷ വിചാരിച്ചവരായിരുന്നു, ഞങ്ങളിതിനെ പരിഹസിച്ചവരായിരുന്നു, ഈ കൂട്ടരെ ഞങ്ങൾ നിന്ദിച്ചവരായിരുന്നു, ഈ കൂട്ടരെ ഞങ്ങൾ അപമാനിച്ചവരായിരുന്നു. ഞാൻ ശൗലായിരിക്കുമ്പോൾ ദൈവവചനത്തിന് വിരോധമായി ചിന്തിച്ചതായിരുന്നു, ന്യായപ്രമാണത്തിന് ഏറ്റവും വില കൊടുത്തവരായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹം കടന്നു വന്നപ്പോൾ ഞാൻ സ്തോത്രം പഴയത് മറന്ന് പുതിയതിലേക്ക് കടന്നു കയറി. എന്താ പുതിയതിന്റെ അനുഭവം? സ്തോത്രം. പുതിയതിന്റെ അനുഭവത്തിന്റെ പ്രത്യേകത ഉണ്ട്. സ്തോത്രം. കർത്താവ് നിമിത്തം സകലത്തെ ക്ഷമിക്കുക, കർത്താവ് നിമിത്തം സകലിനെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുക, കർത്താവ് നിമിത്തം ചിലരുടെ സുവിശേഷം പറയാനുള്ള ബാധ്യത ദൈവം എനിക്ക് നൽകി തരിക. ഇന്ന് മകൽ അങ്ങനെയാണെങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ അത്രേ ദൈവം നൽകിയതെങ്കിൽ ഈ അത്യന്ത ശക്തി അനുഭവിക്കാൻ വിളിക്കപ്പെട്ട യോഗ്യരായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ എത്ര പേര് സ്തോത്രം പറയും? ഈ വിളി കേട്ട വിളിയുടെ നടുവിൽ നിൽക്കുന്ന പലരെയും പിടിച്ചുകൊണ്ട് പോകാൻ സാത്താൻ തന്നാലാവോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പുറത്തു നിൽക്കുന്നവരെയല്ല സാത്താന് വേണ്ടത്, അകത്തുള്ളവരെ. പ്രൈസലോ. പുറത്തു നിൽക്കുന്നവരെയല്ല സാത്താന് വേണ്ടത്, അകത്തുള്ളവരെയാ. പ്രൈസലോ. അടുത്തിരിക്കുന്നവരോട് സ്തോത്രം. പ്രൈസലോ. നീ സാത്താന്റെ വിളി കേട്ട് പോകേണ്ടവനല്ല, സാത്താന്റെ തലയെ തകർക്കേണ്ടവന്. സാത്താന്റെ വിളി കേട്ട് പോകുന്ന ഒരാളല്ല, സാത്താന്റെ തലയെ തകർക്കേണ്ട വ്യക്തിയാ. വിശ്വാസത്തോട് സ്തോത്രം പറഞ്ഞാട്ട്, വിശ്വാസത്തോട് സ്തോത്രം പറഞ്ഞാട്ട്, വിശ്വാസത്തോട് സ്തോത്രം പറഞ്ഞാട്ട്, വിശ്വാസത്തോട് സ്തോത്രം പറഞ്ഞാട്ട്.
അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മേശയുടെ നടുവിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ നിഴലിടാൻ, നിങ്ങളുടെ മേൽ സ്തോത്രം കൊണ്ടുവരുവാൻ ഒരു വ്യർത്ഥവും പിതൃമാരും വരുമെന്ന ശക്തി അല്ല അനുവാദം നൽകിയത്, സ്വർഗത്തിലെ തെരഞ്ഞെടുപ്പ്. ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങളെ വിളിക്ക് യോഗ്യരായിരിക്കുന്നത് സ്തോത്ര പുസ്തക ചുരുളിൽ നിങ്ങളെ കുറിച്ച് എഴുതിയത് കൊണ്ടാണ് ദൈവത്താൽ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ട് ഈ മാന്യ വിളിക്ക്, മാന്യ മേശയ്ക്ക് നിങ്ങളും ഞാനും അർഹരായിരിക്കുന്നതിന് കാരണം സ്വർഗം നമ്മെ മുൻകണ്ടതാ. അതുകൊണ്ട് മേശ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. അതുകൊണ്ട് മേശ ഒരിക്കലും സ്തോത്രം വിളിച്ചല്ലോ ഒരു ദിവസം പോലും വിട്ടുകളയരുത്. ജീവിതത്തിനകത്ത് ക്രമീകരിക്കാൻ പെടാണ്ട പല ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ നിമിത്തം മാത്രമേ അല്പം പുറകോട്ട് മാറി നിൽക്കാവൂ. ഇല്ല, ഞാൻ മകൾക്കാരെ വിശ്വസ്തയോടും വിശ്വാസത്തോടെ ദൈവസനെ മുന്നേറുമെന്ന് ഏക പ്രത്യാശ വിട്ടുകളയാൻ നിൽക്കുന്ന ജീവിതം ഇവിടെ തീരുമാനം നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. മേശയുടെ നടുവിൽ വരുമ്പോൾ ഓർക്കുക, എനിക്ക് വേണ്ടി യേശു മരിച്ചു. ഞാനിത് എന്റെ ശരീരത്തിൽ ഉൾക്കൊള്ളുമ്പോൾ, ഈ മേശയുടെ സ്തോത്രം ശുശ്രൂഷ ഞാൻ പങ്കാളിയാകുമ്പോൾ, അവന്റെ ശരീരം സംബന്ധിച്ചും രക്തം സംബന്ധിച്ചും കൂട്ടാളിയാകുമ്പോൾ അവന്റെ മരണം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുക. ഞാൻ വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശീകരിക്കത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ഞാൻ വീണ്ടും വീണ്ടും പാപത്തിന് എന്നെ വിട്ടുകൊടുക്കത്തില്ല. പാപത്തിന് എന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. മറിച്ച് പാപത്തെ ജയിക്കുന്നവനായി ഞാൻ തീരും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. കർത്താവ് വളരെ വ്യക്തമായിട്ട് കായനോട് പറഞ്ഞു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം മറ്റാരോടുമല്ല, നിന്നോട്. നീ അതിനെ ജയിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തെ ജയിക്കണമെന്ന്. സ്വന്തം പറഞ്ഞാട്ട് പാപത്തെ ജയിക്കണം. നമുക്കറിയാം, ഒരു പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിട്ടുകളയെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അപ്പ കല്ലുകളെടുത്ത് അപ്പമാക്കി തീർക്കാൻ കൽപ്പിച്ചു. ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ചതുപോലെ ജ്യേഷ്ഠാവകാശം നിസ്സാരമായ പായസത്തിന് വേണ്ടി വിട്ടുകളഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രലോഭനം കൊടുക്കുമ്പോൾ അവന്റെ പ്രലോഭന വാക്കുകൾ കേട്ട് അംഗീകരിപ്പാൻ യേശു തയ്യാറായില്ല. ഇവിടെ നിൽക്കുന്ന മേശയ്ക്ക് ഈ ഉത്തരവാദിത്വമുണ്ട്. ഈ മേശ എന്തെങ്കിലും കണ്ടാൽ പ്രോത്സാഹനം തന്നാൽ, ആരെങ്കിലും യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ചാൽ നിന്റെ മനസ്സങ്ങോട്ട് ചായത്തില്ല. എന്താ അതിന്റെ കാരണം അറിയാമോ? ഇങ്ങനെ വിളിച്ചു പറയും, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നത്. യേശു വന്നപ്പോൾ ഉള്ളതല്ല, പഴയ നിയമ ഭക്തന്മാരുടെ കാലത്തുള്ളതാ. എത്രയോ ഭക്തന്മാർ ദൈവവചനത്തിന് വ്യവസ്ഥ തെറ്റി വീണുപോയപ്പോൾ യേശു പറഞ്ഞു, ഇത് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യമല്ല, ആദ്യം മുതലുള്ള ഒരു കാര്യമായി ഞാൻ വിളിച്ചു പറഞ്ഞത്. സാത്താനെ, ഈ വചനം എന്റെ ജനത്തിന് നിൽക്കുമ്പോൾ എന്റെ ജനത്തെ തെറ്റിച്ച പിശാചേ, ഞാൻ അതിനെ ജയിക്കാൻ വന്നതാ. എന്റെ പിതാവ് നൽകിയ വചനത്തെ കോട്ടിക്കളഞ്ഞ് ജയിച്ച സ്ഥാനത്ത് ഞാൻ ജയാളിയായി എന്റെ പിതാവിന്റെ മുമ്പിൽ വരുവാൻ ഇതാ ഞാൻ വിളിച്ചു പറയുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നീ വായിക്കത്തില്ലയോ? പിതാക്കന്മാരുടെ കാലത്ത് ന്യായപ്രമാണത്തിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന സത്യമാണ് യേശു ഉരുവിട്ടത്. അപ്പൊ അതുവരെ ആരും ഇരുത്തിച്ചുകൊണ്ടിരുന്നു? പിശാച് പലരെയും തള്ളിയിട്ടുകൊണ്ടിരുന്നു. യാക്കോബിന്റെ കാര്യം മാത്രമല്ല, പലയിടങ്ങളിൽ വീണുപോയ സാഹചര്യം നമുക്കറിയാം. ആമേൻ. ദൈവത്തിന്റെ നാസീറായിരിക്കുന്നവൻ ശവത്താൽ അശുദ്ധരാകുന്ന പ്രമാണമുള്ളപ്പോൾ നമുക്കറിയാം, ഏതോ ദിവസം പഠിക്കുമ്പോൾ ഇതാ സ്തോത്രം ശിംശോനെതിരെ പറന്നു വന്ന അല്ലെങ്കിൽ പാഞ്ഞു വന്ന ബാലസിംഹത്തെ വലിച്ചു കയറിയ ശിംശോൻ അല്പ ദിവസങ്ങൾ കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ് അതുവഴി തന്നെ നടന്നുപോയി. എന്തിനു വേണ്ടിയാ? ആ ചത്ത സിംഹത്തിന്റെ ഉടല് നോക്കാൻ. ചത്ത സിംഹത്തിന്റെ കുടിയൊക്കെ വിട്ടതിന് ശേഷം സ്തോത്രം 2-3 വർഷമായി. എന്നെ പറഞ്ഞു, നാട് നന്നായപ്പോ ബാറ് നന്നായി നോക്കട്ടെ, അകത്തെ പഴയതുപോലെ ഫിറ്റിങ്സ്, ആ ബൾബൊക്കെ പഴയതുപോലെ ഇരിക്കുന്നു, നോക്കട്ടെ എന്ന് പറഞ്ഞ് കേറിയ കുഞ്ഞെ കാര്യം പോക്കാം. പ്രൈസല്ലോ. ഞാനിങ്ങനെ പറയാം ഒറ്റ വാക്കിൽ, ശിംശോൻ കൊന്ന സിംഹത്തിന്റെ ഉടല് നോക്കാൻ ചെന്നു. എന്താ സംഭവിച്ചറിയാം? തേൻകൂട്, അതിൽ തേൻ പ്രാപിച്ചു, വീട്ടിലും കൊണ്ട് കൊടുത്തു. നല്ല മക്കൾ. നശിക്കുമ്പോഴും അവൻ്റെ ആഗ്രഹമുണ്ട്. സ്തോത്രം. പ്രൈസല്ലോ. നല്ലൊരു ആഗ്രഹമാണ് അടുത്തിരിക്കുന്ന സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ഒന്നില്ലേ, പാപം കൊണ്ടുവന്നില്ലേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന മാന്യതയാ. സ്തോത്രം പറഞ്ഞാൽ അവൻ കിട്ടിയതിന്റെ പകുതി ഇവിടെ കൊണ്ട് കൊടുത്തു.
എന്നോട് വരുന്നില്ല. നമ്മൾ ചോദിക്കണം ഇതെവിടെ നിന്നാണ് കേട്ടോ. സ്വത്രം ഞാൻ വിട്ടോട്ടെ, എന്റെ ആഗ്രഹം സ്വത്രം നിങ്ങൾ വിശ്വാസത്തിന്റെ മുനയിൽ നിൽക്കണമെന്നാണ്. ഇവിടെ വേദപുസ്തകം പറയുന്നു, ഈ പ്രിയപ്പെട്ടവൻ ശവത്താൽ അശുദ്ധനാകരുത് നാസീറിന്റെ പ്രമാണമാണ്. അത് തെറ്റി. എന്താ കണ്ടപ്പോൾ? തേൻ കണ്ടപ്പോ, ആഹാരം അത് കണ്ടപ്പോ തെറ്റി. ഇന്ന് പകൽ ദൈവമക്കൾ പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ആദിമ പിതാക്കന്മാരെ ഒന്നല്ല, പല ആവർത്തി പലയിടത്ത് തെറ്റിച്ചു കളഞ്ഞ ദുഷ്ടപിശാച് ഇന്നും അലർസിംഹം പോലെ നിൽക്കുകയാണ്. ഇന്ന് പകൽ ഞാനൊരു വാക്ക് വിളിച്ചു പറയാം, കുഞ്ഞെ സ്തോത്രം. പിശാച് തെറ്റിച്ചു കളഞ്ഞത് യേശു പറയുക, പുതിയ ദിവസം ഇവിടെ പറയുക, ഞാൻ ജയിച്ചവനാ. എന്റെ കൂടെ നിങ്ങൾ എന്റെ പുറകെ വരാമെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുന്ന ചരിത്രമില്ല. നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ഈ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ആ സ്വാഗതം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവമല്ലേ, പല പ്രലോഭന വാക്കുകൾ തന്നെ, പല ആഹാരങ്ങൾ വിളമ്പി വെച്ച് വഴിതിരിച്ച് കളയാൻ നോക്കുമ്പോൾ നീ അങ്ങനെ തെറ്റിപ്പോകേണ്ടവനല്ല എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആലോചന പറഞ്ഞാൽ എത്ര പേർക്ക് എന്റെ ഭാഷ വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സമയം പോന്നല്ലോ. ഇങ്ങനെ പറയാൻ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. വാക്യം വായിക്കാം. ഗലാത്യർക്കെതിരെ ലേഖനം ഗലേഷ്യൻസ് ചാപ്റ്റർ 5. ഗലാത്യർക്കെതിരെ ലേഖനം ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 60-21. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ എന്ത് ചെയ്യണം? ആത്മാവിനോട് വഴക്കിട്ട് നടക്കല്ലേ. നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്മാവിന് സത്യത്തിലുമാ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ. കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുന്നവർ ആത്മാവിൽ നിയന്ത്രിക്കുന്നവരായിരിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി സ്തോത്രം. നമുക്കറിയാം സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ പഠിക്കുമ്പോൾ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും. അപ്പൊ എന്തോ ആദ്യം ഉണ്ടായിരിക്കണം? ആത്മാവിൽ നിറയണം. പിന്നെ വേണം സത്യത്തിൽ നടക്കാൻ. ആത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ സത്യത്തിൽ നടക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ നിറഞ്ഞാൽ സത്യത്തിൽ നടക്കാൻ പറ്റും. ആത്മാവിൽ നിറവുള്ളവന് മാത്രമേ സത്യത്തിൽ നടക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ അനുസരിച്ചും നടന്നാൽ നിങ്ങളുടെ സ്തോത്രം ശരീരത്തിന്റെ ഗതി ദൈവവചനം എഴുതി വെച്ചിരിക്കുക. വാക്യം ഇങ്ങനെ വായിച്ചു. നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. എന്നിട്ട് കേട്ടോ, ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും ശത്രുത്വമാകും. രണ്ടും ഫൈറ്റിങ്. ജഡത്തിന്റെ ആഗ്രഹം അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ ആത്മാവിന് ഇഷ്ടപ്പെടത്തില്ല. ആത്മാവിന്റെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ജഡത്തിന് ഇഷ്ടപ്പെടത്തില്ല. രണ്ടും ഫൈറ്റിങ്. സ്വത്രം കേൾക്കുന്നുണ്ടോ? രണ്ടും ഫൈറ്റിങ്. ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ നല്ല ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വത്രം പ്രൈസലോ ഫാസ്റ്റിങ്ങിനോടായിരിക്കും ഇരിക്കുന്നത്. വിചാരിച്ചു 1 മണിയായി സ്വത്രം പ്രൈസലോ, ഉള്ളിലിങ്ങനെ സ്വത്രം പ്രൈസലോ സ്തോത്രം. 1 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ എന്റെ ദൈവമേ ഫാസ്റ്റ് നിർത്തുന്നില്ല. എനിക്ക് നല്ലപോലെ എന്തുകൊണ്ടായിരുന്നു വിശപ്പും. ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വിശപ്പ് കൂടാതെ വന്നു. വല്ലാത്ത തളർച്ചയും, വല്ലാത്ത അസ്വസ്ഥയും, വല്ലാത്ത പിരിമുറുക്കവും, വല്ലാത്ത വലിവും, വല്ലാത്ത തിരിവും ഒക്കെ ഉണ്ടാവും. എന്താ അതിന്റെ കാരണം അറിയാമോ? ഇതിന് രണ്ടും ശത്രുത്വമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന പാർട്ടിയെ അല്ല. നോർത്ത് പോളും സൗത്ത് പോളും. സ്തോത്രം പ്രൈസലോ. ശ്രദ്ധിക്കണേ സ്തോത്രം. ഈ നോർത്തും അടുക്കാത്തതുപോലെ സ്തോത്രം ആത്മാവും ജഡവും തമ്മിൽ അടുത്തു വരത്തില്ല. സ്തോത്രം തിരിച്ചിട്ടാൽ അടുക്കും. സ്തോത്രം. ഞാൻ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം. ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും, ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു, ശത്രുത്വമായിരിക്കുന്നു. എന്നിട്ട് വാക്യം വായിച്ചു വിട്ടു. ചിലത് വായിച്ചു വിടാൻ സമയമുള്ളൂ. വായിച്ചു വിട്ടു. അവ തമ്മിൽ പ്രതികൂലമല്ലോ. കേട്ടോ, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ഇനി പറയാ ജഡത്തിന്റെ പ്രവൃത്തി, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഭോക്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വറിക്കൂത്ത് മുതലായവ വെളിവാകും. അടുത്ത നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞ കാര്യം വേണ്ട. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു. സ്വത്രം നമുക്ക് ഈ കാര്യമൊന്നും ഇല്ലെന്ന് പറയില്ല കേട്ടോ. സ്വത്രം
നമുക്ക് ഈ കാര്യം ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്ത വാക്യം കേട്ടോ, നീ സ്നാനപ്പെട്ടത് ശരിയാ, വിശ്വാസത്തിൽ വന്നത് ശരിയാ, സഭയ്ക്കകത്ത് വന്നത് ശരിയാ, ആത്മാവിൽ ആരാധിക്കുവാൻ നീ വില കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം അവകാശപ്പെടാൻ കഴിയത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. ചില നിദ്രയ്ക്കായിട്ട്, നിത്യനിദ്രയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ കൂട്ടത്തിൽ ന്യൂ ലൈഫിലുള്ള ഒരു വ്യക്തിയെ കാണരുത്. നിത്യ വിളിക്ക് വേണ്ടി, നിത്യ ഉയർപ്പിന് വേണ്ടി, നിത്യമാകുന്ന വാഞ്ചയോട് യേശു വിളിച്ചിരിക്കുമ്പോൾ അംഗീകരിക്കുന്ന ദൈവത്തിലെ വിശ്വാസമുള്ളതാ. ഞാൻ സ്വർഗരാജ്യത്തിന് വേണ്ടിയാ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവൻ കരപ്പയ്ക്ക് കൈവച്ചിട്ട് പുറമോട്ട് നോക്കരുത്. സ്വർഗരാജ്യത്തിൽ വിളിക്കപ്പെട്ടവൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് മേശടോത്ത് വെച്ചിട്ട് പറയാ, എന്ന് നോക്കരുത്, പുറമോട്ട്. നമുക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ആ കഴിക്കാന്ന് പറയുമ്പോൾ എന്തെന്നറിയോ, എന്തും ആയിക്കോട്ടെ, ചോറാകട്ടെ, ഊണാകട്ടെ, പായസമാകട്ടെ, സ്തോത്രം, പഞ്ചാരിയാകട്ടെ, ഐസ്ക്രീം ആകട്ടെ, തേനാകട്ടെ, വൈനാകട്ടെ, വീടിയാകട്ടെ, കഞ്ചാവാകട്ടെ, എന്തും ആയിക്കോട്ടെ, വിട്ടതാകട്ടോ, ഉടനെ പുള്ളി പറഞ്ഞു, നിർബന്ധിക്കല്ലേ, നിർബന്ധിക്കല്ലേ. എനിക്ക് പറഞ്ഞു, എന്നോട് ഒരാൾ ചോദിച്ചു, സ്വത്രം പാസ്റ്റേ, സ്തോത്രം, എന്റെ കൂട്ടുകാരെ കണ്ടു ഞാൻ അറിയാതെ വീണുപോകും, എന്റെ വീട്ടുകാരെ കണ്ടാൽ ഞാൻ അറിയാതെ വീണു, ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിയതാ ലാൽച്ചായ, ഈ കാര്യം ചെയ്താൽ വീണുപോകും. സ്വത്രം ഒറ്റ വാക്കിയതാ മതി. അപ്പം അവൻ ഉണർന്നിരിക്കുക, ലാൽച്ച ഉറങ്ങുക. സ്വത്രം പ്രൈസലോ, ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സ്തോത്രം. അവനോട് ചോദിച്ചു, എന്തോ ചെയ്യണോ അച്ചാ, പാസ്റ്റർ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ കാണുമ്പോൾ പ്രൈസലോട് പറഞ്ഞു, പിന്നെ വിളിക്കൂ, പിന്നെ വിളിക്കൂ. കൂട്ടുകാരൻ സ്വന്തം എന്റെ കമ്പനി കൂടെ വിളിക്കുന്ന ആള് പഠിക്കും, എന്നിട്ട് ഇങ്ങനെ പോയിക്കളെ പ്രൈസലോട് തന്നെ നിൽക്കണം കേട്ടോ. എന്നിട്ട് അവിടെ അറിയാം, പറയറിയാം, നമുക്ക് ബാക്കി കാര്യം പറ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളങ്ങ് പേടിച്ചു പോയി, ഞങ്ങൾ പാസ്റ്റായത്. ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞായിരുന്നു. നീ പറയണേ, അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടത്തില്ല. സ്വർഗരാജ്യം നിന്റെ കയ്യിൽ നിന്ന് പോകും. സ്വർഗരാജ്യം നിനക്ക് വേണോ? സ്തോത്രം. നിന്റെ സ്വഭാവ വ്യത്യാസം ഉണ്ടാകണം, വാക്കുകൾക്ക് വ്യത്യാസം വരണം, രൂപാന്തരം ഉണ്ടാകണം, നിന്റെ അകത്ത് ദയ തോന്നുന്ന പ്രവൃത്തി കാണണം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ദൈവമക്കൾ പറയാം, സ്തോത്രം, ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ ഇത്ര കൂട്ടം കാര്യം ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന നീ, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന നീ നന്നായി സൂക്ഷിച്ച് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, ദൈവം നിന്നെ തകർത്തുകളെ. ആരും കൂടോത്രം ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം ഇടപെടാൻ തുടങ്ങും. എന്നാൽ നീ അത് കാത്തു സൂക്ഷിക്കുമ്പോൾ ആരെങ്കിലും അതിന് നേരെ തൊടുത്ത അമ്പുകൾ വിട്ടാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. ദൈവം ചാടി എഴുന്നേൽക്കും. ദൈവം നിനക്ക് വേണ്ടി ജാഗരിക്കും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരും. അവൻ നിന്റെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി വരും. നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തിയെ കാണാനില്ലെന്ന് ഇന്നത്തെ ദേശത്ത് വിളിച്ചു പറയും. Praise the Lord. Praise the Lord. Praise the Lord. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് വേണം ജീവിക്കാൻ. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, സ്വർഗരാജ്യം നിങ്ങൾ അവകാശപ്പെടുകയില്ല. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്? സ്വർഗരാജ്യം അവകാശപ്പെടാൻ. സ്തോത്രം. ഞാനവിടെ നിങ്ങൾ വിടുക. സ്തോത്രത്തെ വാക്യം പിന്നെ നിങ്ങൾ വായിക്കുക, ഒന്നുകൂടെ വായിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് സ്തോത്രം ദൈവത്തിന് വരെ പഠിക്കുകയാണെങ്കിൽ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. പെട്ടെന്ന് റോമർക്ക് ലേഖനം 8-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച വാക്യം തിരുത്തി വായിക്കുക. ഒന്നുകൂടെ വായിച്ചേ കേട്ടോ. ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ജഡത്തിന് കടക്കാരാകരുത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ മരിക്കും. വിശ്വാസി വന്നിട്ടും സ്വത്രം ചിലത് വിടാൻ പറ്റത്തില്ലെങ്കിൽ ഇത്തവണ നമ്മൾ എന്തോ ചെയ്യും? മരിക്കും. ഇല്ലേലും മരിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിച്ചിട്ട് മരിച്ചാൽ സ്തോത്രം 2 മരണം ഉണ്ടാകും. ഒന്ന് ഇവിടുത്തെ മരണം, നിത്യമുള്ള മരണം.
നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനനുസരിച്ച് ജീവിച്ചാൽ ഒറ്റ മരണമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ മരണം. അവിടെ ജനനം സംഭവിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാക്കുന്നു? ഇന്ന് പകൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും, നിശ്ചയം നിശ്ചയം നിശ്ചയം. എന്നാൽ ആത്മാവെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കത്തില്ല, അവൻ നിത്യതയുടെ അവകാശിയായി തീരും. വിശ്വാസത്തോടെ മേശയോട് അടുത്തിരിക്കുന്ന ദൈവത്തോട് വിളിച്ചു പറയാം, ഇവിടെ വരുമ്പോൾ ജഡത്തിന്റെ മുമ്പിൽ സ്തോത്രം നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഈ മേശയുടെ മുമ്പിൽ നിന്നെ സമർപ്പിക്കുമ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നീ വിധേയപ്പെടത്തില്ലെന്ന് പ്രഖ്യാപിക്കണം. സ്തോത്രം. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നമ്മൾ മരിക്കും നിശ്ചയം. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരിക്കത്തില്ല, പിന്നെന്ത് ചെയ്യും? ജീവൻ പ്രാപിക്കും, ജീവൻ പ്രാപിക്കും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദനും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. സ്തോത്രം. ദാവീദിന്റെ സിംഹാസനത്തോട് ചേർന്ന സ്തോത്രം തിരശ്ശീലയ്ക്കപ്പുറത്ത് പെട്ടകം കിടന്നു, അല്ലയോ? എന്തിനാ ഇത് കൊണ്ടുവച്ചറിയാം? ആത്മാവിൽ നിറയാന്. നിങ്ങൾ പറഞ്ഞില്ല. പെട്ടകം, സ്തോത്രം. ഇത് സിംഹാസനം, ഇത് പെട്ടകം. സിംഹാസനോട് ചേർന്ന് അനുഭവിക്കുന്നേ പെട്ടകം വെച്ചിരിക്കുന്നത്. അതിരിക്കുന്ന പെട്ടകം വരുന്നത് കഴിഞ്ഞാൽ തിരശ്ശീലയ്ക്കകത്ത്. അപ്പൊ ഞാൻ ആ പെട്ടകത്തിന്റെ അടുത്തുണ്ട്. എന്റെ ദൈവമേ, ദൈവം ഇരിക്കുന്ന സ്ഥലവും അവൻ ഇരിക്കുന്ന സ്ഥലം നോക്കുക. ദൈവം പറയും, മോനെ ഞാനിതാ നിന്നെ അനുഗ്രഹിക്കാൻ വിളിക്കുന്നത്, നീ എന്റെ വാക്ക് കേട്ടാൽ. സ്തോത്രം. ഇതെല്ലാം എന്റേതാണ്, പക്ഷെ ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ദൂതന്മാരെല്ലാം കുറിഞ്ഞു നോക്കിയിട്ട് പറയും, ദൈവത്തിന് വട്ട് അവനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് കർത്താവ് അവിടെ കയറിയിരിക്കേണ്ടതിന് കർത്താവ് ഡീസന്റ് കളയുക. സ്വത്രം വരുന്നില്ല, സ്വത്രം വരുന്നില്ല. പക്ഷെ സ്വർഗം പറയും, ഞാൻ എന്റെ ജനത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്. രണ്ട് മറന്നു പോകാത്ത കാര്യം കേട്ടോടെ, പെട്ടകത്തിന്റെ അടുത്ത് നിൽക്കുന്ന പുള്ളിക്കാരൻ ആത്മാവിൽ നിറയേണ്ടവൻ, പെട്ടകത്തിനകത്ത് ശുശ്രൂഷ ചെയ്യേണ്ട ഈ വ്യക്തിത്വം എന്ത് ചെയ്തറിയാമോ? സ്തോത്രം. ആവശ്യമില്ലാത്തടത്തോട് നോക്കി. ഈ പെട്ടകം അടുത്ത് വെച്ച എന്തിനു വേണ്ടിയാ? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ട് കിടക്കാൻ. ഇപ്പൊ പുള്ളി ഇങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കുക. ഇവിടെ ഭയങ്കര ആത്മാവിലാന്നാവുന്നത് പുള്ളിയും ദൈവമായിട്ട്. ഞാൻ പറയാം കുഞ്ഞെ, സ്തോത്രം. പെട്ടകത്തിന്റെ അടുത്ത് നീ ഇരിക്കുന്നു, പെട്ടകത്തിന്റെ കൂടെ നടക്കുന്നു എന്നല്ല വിഷയം. സ്തോത്രം. നിന്റെ നോട്ടം തെറ്റിപ്പോകരുത്. ജഡത്തിന്റെ ഒരു അഭിലാഷവും ജീവിതത്തിൽ കടന്നു വരരുത്. ദൈവമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്ന് വരരുത്. സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ യേശു കർത്താവ് സകലത്തെയും ജയിച്ചാ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, സകലത്തെയും ജയിച്ചാ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് യേശു ക്രിസ്തു ആരാധന സംബന്ധിച്ച് നമുക്കറിയാം, ജയം പ്രാപിച്ചവന്. യേശു ക്രിസ്തുവിനെ മോഹന വാഗ്ദാനങ്ങൾ പിശാച് കൊടുത്തു. എന്ത് കൊടുത്തു? മോഹന വാഗ്ദാനങ്ങൾ. മോഹന വാഗ്ദാനം കൊടുത്തപ്പോ ഞാനിങ്ങനെ പറയാം, ദാവീദ് മോഹന വാഗ്ദാനം കേട്ടു. കേട്ടോടെ, മനുഷ്യന്റെ മോഹന വാഗ്ദാനം കേട്ട് ദാവീദ് എന്ത് ചെയ്തു? മുമ്പോട്ട് പോയി. ശൗല് പറഞ്ഞു, ഈ ഗോലിയാത്തെ കൊല്ലുന്നവന് ഈ ദേശത്തെ സമ്പന്നനാക്കും, അവന് ടാക്സ് കൊടുക്കണ്ട, എന്റെ മകളെ പിടിച്ചു കെട്ടി. കാരണം പുള്ളിക്ക് യുദ്ധം ചെയ്യാൻ പോയാൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ ഇത്രയും കാര്യം ഓഫർ ഇട്ടേക്കും. ഈ ഓഫർ കണ്ട് ദാവീദിനോട് ചെന്ന് പറഞ്ഞു, ഈ ഓഫറും ഉണ്ട്, പുറത്തു ഈ ഓഫറും ഉണ്ട്, അപ്പൊ തന്നെ എന്തുകൊണ്ട്? സ്വത്രം. പ്രൈസല്ലോ. അവനെ തകർക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ നിന്ദിച്ചെന്ന് പറഞ്ഞ് പുള്ളിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞു, എടാ എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിച്ച നിന്നെ തകർക്കാനാ ഞാൻ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞയാള് ഇത്രയും ഓഫർ എന്നുണ്ടെ വായിക്കണമായിരുന്നു. ഇത്രയും കാര്യം ചെയ്തു, ഇത്രയും കാര്യം ചെയ്തു. സ്വത്രം. ഇങ്ങനെ പറഞ്ഞേ, എടാ എന്റെ ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കുന്നത് കൊണ്ട് 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ 36 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, താൻ ഈ മല്ലയുദ്ധം ചെയ്യുന്നത് ഗോലിയാത്തിനെ പറഞ്ഞ് നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഇത്രയും ഓഫർ പുള്ളി കൊടുത്തു. ഞാൻ ദൈവങ്ങളോട് കാര്യം പറയാം, സ്വസ്ഥമായിട്ട് ഇത്ര അനുഭവിച്ചിട്ടില്ല. സ്വത്രം. വലിയ സമ്പന്നനാക്കാന്ന് പറഞ്ഞു. സ്വത്രം. ദാവീദ് ചോദിച്ചറിയാം, അത് കഴിഞ്ഞിട്ട് സമ്പന്നത എവിടാ ദാവീദേ? മൊത്തം എന്റെ പൊന്ന് പാസ്റ്ററെ, എന്റെ പൊന്ന് ജോജിമോനെ, ഇങ്ങനെ പറയും. സ്തോത്രം. അന്ന് മുതൽ ഞാൻ മരുഭൂമി കാണുക. ശരിക്കും ഗുഹയ്ക്കകത്ത് കിടന്നിട്ടുണ്ട് ചോദിച്ചാൽ ഉണ്ട്. സിംഹം അപ്പുറത്ത് കിടക്കും, ഞാനിപ്പുറത്ത് കിടക്കും. ഒതുങ്ങി ഞങ്ങൾ രണ്ടും ഒരു പരുവത്തിൽ കിടന്നു. സ്വത്രം. പുള്ളിക്കാരിയെ കെട്ടിച്ചൊന്നും ഇല്ല, അവിടെ അനിയത്തിയെ കെട്ടിച്ചത്. സ്വത്രം. കാണിച്ചവളെ കിട്ടിയില്ല, കാണിക്കാത്തവളെ കൊടുത്തു. സ്തോത്രം. പ്രൈസലോ. അതൊരു മാന്യതയാണ്. നല്ല കാര്യം പറഞ്ഞത്. ഏതെങ്കിലും ഒന്നും കൊടുത്തില്ല, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു അത് കിട്ടിയതും കിട്ടാത്തത് കണക്കായി പോയി കാര്യം. സ്തോത്രം. ഈ പ്രൈസലോ, ഇപ്പോൾ സ്തോത്രം, ഈ പുലിവാല് പിടിച്ച പോലായിപ്പോയി. വടിയാണെന്ന് പറഞ്ഞ് പിടിച്ചതാ. സ്വത്രം. പുലിയുടെ വാലിലാ പിടിച്ചത്. സ്വത്രം. പ്രൈസലോ.
വടി എടുക്കാൻ പോയത് കഷ്ടകാലത്തിലാണ്, കാരണം പിടിച്ചത് അതുകൊണ്ടല്ലയോ. ഞാൻ ദൈവം ദാവീദ് പറയും, എന്റെ ജീവിതത്തിൽ പിന്നെ സ്വസ്ഥത ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ദൈവത്തോട് ചോദിക്കാൻ, ദാവീദ് നിനക്ക് എപ്പോഴാണ് സ്വസ്ഥത കിട്ടുന്നത്? എപ്പോ ദൈവം എനിക്ക് അവകാശമായി ചില തരാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ സ്വസ്ഥനായിരുന്നു. ദൈവത്തിന് ഇന്ന് പകൽ ദൈവം മേശയുടെ നടുവിലേക്ക് വിളിച്ചത് മനുഷ്യൻ തരുന്ന വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവം ചില വാഗ്ദാനങ്ങൾ നിന്റെ മേൽ എഴുതി വെക്കാൻ പോകുകയാണ്. ദൈവം നിനക്ക് ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ എഴുതി വെക്കാൻ പോകുകയാണ്. നീ ആ മനുഷ്യൻ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ വീണു പോകരുത്, അതിൽ ചാഞ്ഞു പോകരുത്, അതിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. മറിച്ച് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്തോത്രം, അത് എന്റേതല്ല, എനിക്ക് തരേണ്ടത് സ്വർഗത്തിലെ ദൈവം തരും. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി നടക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, എനിക്ക് താഴെ നിലയിലുള്ള മാനുഷ്യമായതൊന്നും വേണ്ട, സ്വർഗം എനിക്ക് തരും. സ്വർഗം നിന്നോട് ആലോചന പറഞ്ഞു, മുമ്പോട്ട് പോകാ, പ്രാപിക്ക എന്ന് പറഞ്ഞാൽ നീ മുമ്പോട്ട് പോയിക്കോ. ദൈവം നിന്നെ അംഗീകരിക്കാൻ തയ്യാറാ. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഒത്തിരി വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തപ്പോൾ മനുഷ്യൻ വീണുപോയ ഒത്തിരി അവസ്ഥകൾ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. ലോകത്തിന്റെ സകല മഹത്വവും യേശുവിനെ ഒറ്റ മിനിറ്റ് കൊണ്ട് കാണിച്ചു. സ്തോത്രം. നമ്മൾ പറയും കുളിരുമായിരുന്നത് കണ്ടപ്പോൾ. യേശു പറഞ്ഞു കുളിർന്നില്ല. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, എടാ നീ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? സ്തോത്രം, നീ തന്ന ഈ മോഹന വാഗ്ദാനങ്ങൾക്കൊന്നും ഞാൻ വീഴത്തില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം, സ്തോത്രം, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നമസ്കരിക്കാൻ എന്നെ കിട്ടത്തില്ല. അതിന് വെച്ച വെള്ളം വാങ്ങിയാല് ആദിമസഭയിൽ എന്റെ സൃഷ്ടികളെ നീ അങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ വന്നത് നിന്നെ തിരുത്തി എഴുതാനാ. സ്തോത്രം, ഞാൻ വന്ന് തിരുത്തി എഴുതാനാ. ഞാനൊരു പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ പുറകെ വരുന്ന അനുഗ്രഹീത ദൈവത്തിന്റെ മക്കൾ ഈ മോഹന വാഗ്ദാനത്തിൽ വീഴത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇതിനെ ജയിക്കാൻ പോകുകയാ. വിളിച്ചു പറഞ്ഞു, യേശു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നീ കേട്ടിട്ടില്ലയോ? പിശാചേ, നീ വെച്ച വെള്ളം വാങ്ങിയാല് ഈ മേശയുടെ മുമ്പിൽ വരുമ്പോൾ ചില മോഹന വാഗ്ദാനങ്ങൾ നിങ്ങളുടെ നേരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പിശാച് നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോൾ വിളിച്ചു പറ, സാത്താനെ, നീ വെച്ച വാതിൽ എന്നെ കിട്ടത്തില്ല, ഞാൻ നിന്റെ മോഹന വാഗ്ദാനത്തിൽ വീഴത്തില്ല. നീ വെച്ച വെള്ളം വാങ്ങിയാല് എന്റെ ദൈവം വിളിച്ചു വാതിരിച്ചത് നിന്റെയും നിന്റെ പദ്ധതിയെ, നിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളയാന് ഞാനത് ചെയ്തെടുക്കുമെന്ന് വിശ്വാസത്തോട് എത്ര പേര് പറയും? മൂന്നാമത്തെ കണ്ടന്റ് മേശയുടെ നടുവിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം. മൂന്നാമത്തെ കണ്ടന്റ് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചൊരു ചോദ്യം രണ്ടാമത് ചോദിക്കുക, നീ ഇതിന്റെ മണ്ടത്തിൽ താഴോട്ട് ചാടിക്കോ, ദൂതന്മാര് നിന്നെ കാക്കും. ആദ്യം ഒരു വചനം പറഞ്ഞപ്പോൾ രണ്ടാമത് വചനത്തെ കൊടുത്തരം കൊടുത്തു. വചനത്തെ കൊടുത്തപ്പോൾ ആരാധന സംബന്ധിച്ച് കൽപ്പിച്ചു. കേട്ടോളൂ. ഒന്നാമത് സ്തോത്രം, ആഹാരം സംബന്ധിച്ച്, ജഡം സംബന്ധിച്ച്. രണ്ടാമത് പിശാച് പിടിച്ചത് എന്തുവാ? സ്തോത്രം. പ്രൈസലോ. ദൈവത്തെ പരീക്ഷിക്കേണ്ടതിന് നമ്മളെ വിളിക്കുക. പ്രൈസലോ. ദൈവത്തെ പരീക്ഷിക്കേണ്ടതിന് നമ്മളെ വിളിക്കുക. സ്തോത്രം. രണ്ടാമത്തെ മണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചേവെടുക്കാൻ പോവാ. വചനം കൊണ്ട് ചോദിച്ചു, സ്തോത്രം, ഇതിന്റെ മേളിൽ നീ എടുത്ത് താഴോട്ട് ചാടാൻ നിന്റെ ദൈവം നിന്നെ കാക്കത്തില്ലയോ എന്ന് എഴുതിയിട്ടില്ലേ? നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നിന്റെ കൈകൾ എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞ കയ്യിൽ നിന്നേ ഉള്ളൂ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. രേഖാവചന പറഞ്ഞു, കയ്യിൽ വഹിച്ചോളത്തില്ല. യേശു ഇത് കേട്ടിട്ട് താഴെ ചാടിയില്ല കേട്ടോ. യേശു ഇങ്ങനെ എടുത്ത് വാക്ക് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത് നീ എന്ന് പറഞ്ഞ ചില വിഷയം വരുമ്പോ നമ്മളിങ്ങനെ പരീക്ഷിച്ച് പ്രാർത്ഥിക്കാറില്ലയോ? ഈ കർത്താവിന്റെ മേശയിലേക്ക് കടന്ന ദൈവം നമ്മൾ പരീക്ഷിച്ച് പ്രാർത്ഥിക്കാറില്ലയോ? ചില പ്രതികൂലങ്ങളുടെ നടി വരുമ്പോൾ ഞാനിങ്ങനെ പറയാം, ദൈവം പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. പുതിയ മത്തിൽ കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷയുടെ മേളിലൊന്നും ഞാൻ അനുവദിക്കത്തില്ല. നിനക്ക് സഹിക്കാൻ കഴിയാവുന്നത് ഇത്രയുമാണെങ്കിൽ അവിടെ കൊണ്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടും. അതിന്റെ മേളിൽ സാത്താൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യത്തില്ല. എനിക്ക് നിന്റെ വിശ്വാസം അറിയാം, നിന്റെ പരിശോധനയുടെ ലെവലുകൾ അറിയാം. ഞാൻ സേവിക്കുന്ന ദൈവം, നിങ്ങൾ ഉയർത്തുന്ന ദൈവം നിങ്ങളുടെ പരിശോധനയുടെ ലെവലുകൾ അറിയാവുന്നവരാണ്. എത്ര പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അത്ര ഒരു പ്രൊമോഷൻ ഉണ്ട്. എത്ര പരീക്ഷ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ അത്ര ഒരു പ്രൊമോഷൻ ദൈവം തരാൻ പോകുക. എവിടൊക്കെ നീ പരീക്ഷ എഴുതിയിട്ടുണ്ടോ അവിടെ പരാജയപ്പെട്ടതെങ്കിൽ ഞാൻ പറയും ഒരു പ്രൊമോഷൻ ഇല്ല. എവിടൊക്കെ നീ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുണ്ടോ അവിടൊക്കെ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഇന്ന് മകൻ നേരിട്ട പരീക്ഷകൾക്ക് നടുവിൽ ജയം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ജയം പ്രാപിച്ച കുടുംബമാണെങ്കിൽ ഒരു സ്തോത്രം പ്രമോഷൻ നിന്നെ കാത്തിരിക്കുകയാണ്. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? അവർ കാലം തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എടുത്തു പറയേണ്ട ദൈവത്തിലെ 5 പരീക്ഷ ഞാൻ എഴുതി, 5 എണ്ണം എഴുതി, 4 എണ്ണത്തിൽ ജയിച്ചു. 4
പോസ്റ്റിൽ പരീക്ഷ എഴുതിയപ്പോൾ 4 ജയിച്ചു. 4 എനിക്ക് പ്രൊമോഷൻ. 5ാമത്തത് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും. ദൈവം പറയും, നിനക്ക് കഴിയാത്തൊരു പരീക്ഷ നിന്റെ നേരെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, നിനക്കിതിനെ ജയിക്കാൻ പറ്റും. ഇന്ന് പകൽ പരാജയപ്പെട്ട് പ്രൊമോഷൻ കിട്ടാതെ വാഗ്ദത്തം പ്രാപിക്കാതെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നു, ക്വസ്റ്റ്യൻ ദൈവം തന്നോണ്ടേയിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. നമ്മൾ പ്രൈസ്തലോ RN ഡോക്ടറേറ്റിലൊക്കെ എക്സാം സ്തോത്രം UK ലെവലിൽ യൂറോപ്യൻ ലെവലിൽ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ വന്നോണ്ടേ ഇരിക്കും. ജയിക്കാൻ സ്തോത്രം. RN ആണെങ്കിൽ 75 മാർക്ക് മതി. 75 ക്വസ്റ്റ്യൻ ഓക്കെ ആയി കഴിയുമെങ്കിൽ സ്തോത്രം, കൺഗ്രാജുലേഷൻ, സ്തോത്രം, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞു. ചിലർക്ക് 75 കഴിയും, 80 കഴിയും, 85 കഴിയും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്ക് 286 ചോദ്യമേ ഉള്ളൂ 6ന്റെ പരീക്ഷയ്ക്ക്. 256ാമത്തെ കുത്തിയപ്പോഴാണ് പറഞ്ഞത് കൺഗ്രാജുലേഷൻ. പുള്ളിക്കാരി വെച്ച് പോയി സ്വത്രം പറഞ്ഞ് ഞങ്ങളുടെ ബിരുമോനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വത്രം പറഞ്ഞു ഒറ്റ കുത്ത്. സ്വത്രം പരീക്ഷ എഴുതി ഞങ്ങളുടെ സഹോദരന്മാർ ചോദിച്ചു എങ്ങനെയാ പരീക്ഷ എഴുതിയത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല. അവനിങ്ങനെ പറഞ്ഞു സ്വത്രം പറഞ്ഞ് കൈവച്ച സ്വത്രം പറഞ്ഞ അവര് പറയാ സ്വത്രത്തിന് ശക്തിയുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അറിയാം. ആമേൻ, ആമേൻ. ഞാനിങ്ങനെ പറയാം, ഈ പ്രിയപ്പെട്ട സഹോദരി 256ാമത്തത് സ്തോത്രം കുത്തുമ്പോൾ താൻ വിചാരിച്ചു സക്സസ് ആകത്തില്ല. അടുത്ത പ്രാവശ്യം എന്റെ പേര് കൊടുക്കേണ്ടി വരും, അടുത്ത പ്രാവശ്യം ഞാൻ പൈസ കെട്ടേണ്ടി വരും. പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞ ദൈവത്തിലെ അവൾ 256 എഴുതുമ്പോൾ ദൈവം ജയം കൊടുത്തു. എവിടെയും നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നീ തല കുറിഞ്ഞത് പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളയരുതോ. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മാസ്റ്റർ പ്ലാൻ ഉള്ളവർക്ക് മാത്രമേ അല്പം ഒരു പരിശോധന വരത്തുള്ളൂ, അവർക്ക് മാത്രമേ പോരാട്ടം വരത്തുള്ളൂ, അവർക്ക് മാത്രമേ മരുഭൂമി വരത്തുള്ളൂ, അവർക്ക് മാത്രമേ താഴ്ച വരത്തുള്ളൂ. എന്തുകൊണ്ട് ദൈവം താഴ്ച ചോദിച്ചാൽ നിനക്കൊരു വലിയ ഉയർച്ചയെ കൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ വലിയൊരു ഭാവി കരുതിയിട്ടുണ്ട്, ആരും അറിയാത്ത ശ്രേഷ്ഠബോധനം ഞാൻ തന്നിട്ടുണ്ട്. ദാവീദ് ഈശായുടെ വീട്ടിൽ 8 മക്കൾ ഉണ്ടായിരുന്നു. 8 പേരിൽ ഏറ്റവും നീളം കുറഞ്ഞവരായിരുന്നു ദാവീദിനെ തള്ളപ്പെട്ടവരായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. പക്ഷെ ദാവീദ് പറയും, ഞാൻ തള്ളപ്പെട്ടതുകൊണ്ട് അടിച്ചമർത്തതുകൊണ്ട് എന്റെ സഹോദരന്മാർക്ക് ഇരിക്കാൻ കഴിയാത്ത ലെവലിൽ ദൈവനെ ഉയർത്തി. എത്ര പേരുടെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ദൈവത്തിന്റെ ലെവലുകൾ മാറ്റി ഇരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ സിംഹാസന സ്ഥൈര്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ സിംഹാസനത്തിൽ താഴ്ന്നവരെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ചില ഉയർന്ന ലെവലിൽ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. എടുത്ത് ചാടാന്ന് പറഞ്ഞാൽ കേട്ടില്ല. യേശു ക്രിസ്തു അത് കേൾക്കാം. അവിടെ നിന്നത് കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞ ദൈവത്തെ പരീക്ഷിക്കുന്നു. അടുത്ത് നമുക്കറിയാം ആരാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പരീക്ഷയും തികച്ചും സാത്ത കിട്ടും. എപ്പോ ദൂതം വന്നു ദൈവത്തെ ശുശ്രൂഷിച്ചു. ചില പരിശോധന വേളയിൽ ആദ്യം കടന്നു വരുന്ന ആരാ? 1 പരീക്ഷ കഴിഞ്ഞു, 2 പരീക്ഷ കഴിഞ്ഞു, 3 പരീക്ഷ, ചിലപ്പോൾ 7 വരെ പിശാചിക്കും. 8ാമത്തെ സമയത്ത് അധികാരം ദൂതം വന്ന് ശുശ്രൂഷിക്കും. നമ്മൾ വിചാരിക്കും സ്തോത്രം എന്റെ ദൈവമേ സാത്താൻ എന്നെ വിട്ടു വല്ല ആഗ്രഹവും ഇല്ല, അതാ നീ സാത്താന്റെ കൂടെ കൂടിയേക്കാന്നല്ല അതിനർത്ഥം. ജയിക്കാൻ നിനക്ക് അവസരം തരുക. സ്തോത്രം. പ്രൈസലോ. എത്ര പരീക്ഷ എഴുതിയിട്ടുണ്ടോ അത്രയും ഒരു പ്രൊമോഷൻ കാത്തിരിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൂടിയിട്ട് വിശ്വസിച്ചോണ്ട് ദൈവത്തിനെ വിട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്മോണ്ടിരിക്കുന്ന എന്തിനാ അറിയാമോ? സ്തോത്രം. നീ കയറാൻ പോകുന്ന സിംഹാസനം അത്ര വലുപ്പമുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ പരാജയപ്പെട്ടു പേര് മാറ്റപ്പെട്ടതല്ല. ദൈവത്തിന് നിന്നെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. മേശയുടെ തമ്മിൽ കടന്നു ദൈവത്തിലെ പരിശോധന ജയിച്ച യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാം, ആദിമ പിതാക്കന്മാർ ആഹാരം സംബന്ധിച്ച് പരാജയപ്പെട്ടു, ആദിമ പിതാക്കന്മാർ ആരാധന സംബന്ധിച്ച് പരാജയപ്പെട്ടു, ആദിമ പിതാക്കന്മാർ ദൈവവചനം സംബന്ധിച്ച് ചിലർ പരീക്ഷ ചോദിച്ചപ്പോൾ അവർ ദൈവവചനത്തെ പരീക്ഷ പാത്രമായിട്ടെടുത്തു. എന്നാൽ പുതിയ വിശ്വാസികൾ യേശുവിന്റെ പിൻഗാമികളായിരിക്കുന്നതുകൊണ്ട്, വചനം നന്നായി അറിയാവുന്നതുകൊണ്ട്, സാത്താനെ ജയിക്കാൻ കഴിവുള്ളതുകൊണ്ട് അവർ ഭാവി കാലത്തിന്മേൽ സ്തോത്രം പ്രൈസ്തലോൺ അനുഗ്രഹിക്കുന്ന സാക്ഷ്യത്തോടെ നിൽക്കുവാൻ ദൈവനെ ആഗ്രഹിക്കുമ്പോൾ ഈ വർത്തമാനകാലത്ത് ദൈവത്തിനോട് ഇറങ്ങി ശോഭിപ്പാൻ ദൈവം വിളിച്ചിരിക്കുക. സ്തോത്ര. ഭൂതകാലത്തെ ഓർക്കണ്ട. ഒരിടത്ത് ഒത്തിരിടത്ത് പരാജയപ്പെട്ട മേഖലകൾ കാണും, താഴ്ത്തി കെട്ടിയ മേഖലകൾ കാണും, ദൈവത്തെ നിന്ദിച്ച മേഖല കാണും. യേശു ക്രിസ്തു പറയാതെ മറന്നുകളാ. യേശുവിന്റെ രക്തതലങ്ങളെ കഴുകുക. ഈ ദേശയുടെ മുമ്പിൽ അവരെ ദൈവമോ കഴുകുക. വിശ്വസിക്കുന്നവർ ജനത്തിന് ഇഷ്ടപ്രകാരം നടക്കുന്നവരല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരത്രേ. ഒരു ഭാഗം കൂടെ 2 കൊരിന്ത്യർ 13-ാം അധ്യായം
5-ാമത്തെ വാക്യം വായിക്കാം, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചാൽ. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും. കേട്ടോടെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. മേശ എടുത്തു വരാൻ 1-ാമത്തെ ക്വാളിറ്റി, അവൻ അപ്പോസ്തലന്മാരുടെ കൈക്കൊരു സ്നാനപ്പെട്ടവനായിരിക്കണം. 2, മേശകടുത്ത് വരുമ്പോൾ അവൻ സ്വയം വിവേചിച്ചിരിക്കണം. എന്റെ ജീവിതത്തെ തീരുമാനത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം ശബദനും ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു. നീ നിന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഞാൻ തെറ്റിപ്പോയാലും എവിടെയും വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ കൊടുക്കുവാങ്ങല്ലോ ഏതെങ്കിലും തലങ്ങളിൽ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറഞ്ഞാണ്. 3, ഈ മേശയുടെ മുമ്പിൽ വരുമ്പോൾ സ്വയം വിവേചിക്കപ്പെടണമെന്നും സ്വയം പരിശോധിക്കപ്പെടുന്ന വ്യവസ്ഥയായിരിക്കുക. വ്യവസ്ഥപ്രകാരം വിളിച്ചു പറ, അപ്പോസ്തലന്മാരുടെ മേശയിൽ നിന്നും ഭൂതങ്ങളുടെ മേശയിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ടോ? ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ഞാൻ ദൈവമില്ലാത്ത വാക്കുകൾ, പ്രവൃത്തികൾ, ജീവിത രീതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകൽ ക്ഷമിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് നിന്നെ സമർപ്പിച്ചാണ്, സമ്പൂർണമായി സമർപ്പിച്ചാണ്. ശ്രദ്ധിക്കുക, മേശ സാധാരണ നിലവാരമല്ല. ഇതൊരിക്കൽ പാപികൾക്ക് വേണ്ടി പരമയാഴ്ത്തുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ നില. എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടു? അടിമത്തത്തിലുള്ള വിടുതൽ. ഏതിൽ അടിമത്തം? പാപത്തിൽ നിന്ന്. എന്താ പാപം? സ്തോത്ര കൽപ്പന ലംഘനം. എന്താ കൽപ്പന? ദൈവം തന്ന വചനം അനുസരിക്കാതിരിക്കുന്നത്. ദൈവം തന്ന വചനം അനുസരിക്കാതിരിക്കുന്ന കൽപ്പന ലംഘനത്താൽ മനുഷ്യൻ പാപത്തിൽ വീണെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം അനുസരിക്കാതുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൽപ്പന ലംഘനമാണ്. എന്ന് പകൽ ഈ വചനം അനുസരിച്ച് മുൻപോട്ട് വന്നാൽ ഈ കൽപ്പന അനുസരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ ദേശത്തിലെ നന്മ അനുഭവിക്കുന്നത് മാത്രമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശമാണ്. പിതാവ് പറയും, സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയും, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രോത്സാഹിച്ചു. 2-ാമത്തെ പടി, ഈ മേശ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഇത് ദൈവജനത്തിലുള്ള കൂട്ടായ്മയാണ്. ആരുമായിട്ട്? ദൈവമായിട്ട്. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ അപ്പം തിന്നുന്നവർ ഒരപ്പത്തിന്റെ അംശിയാണ്. സകല വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അവർ ഒന്നാണ്, ഐക്യതയുള്ളവരാണ്, ഏകഭാവമുള്ളവരാണ്, ഏക സ്നേഹമുണ്ട്, ഏക സമാധാനത്തിൽ നിൽക്കേണ്ടവരാണ് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കും. 3, ഈ മേശ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അവൻ പോയതുപോലെ വേഗം മടങ്ങി വരും. അവൻ നമുക്ക് സ്തോത്രം ഈ ശുശ്രൂഷ ചെയ്യും. അവൻ നമ്മുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി എല്ലാവരും അല്പമിനിറ്റുകൾ പ്രാർത്ഥിച്ചാൽ, വേഗത്തിൽ പ്രാർത്ഥിച്ചാൽ, ശക്തമായി പ്രാർത്ഥിച്ചാൽ, മേശയുടെ നമ്മൾ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് പകൽക്കാലം കത്തിപ്പിടിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ അല്പമിനിറ്റുകൾ, ചുരുങ്ങിയ വാക്കുകളിൽ കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ ഒരാൾ ചുരുങ്ങിയ വാക്കുകളിൽ പ്രാർത്ഥിച്ചാൽ, ഒരാൾ പ്രാർത്ഥിച്ചാൽ, ചുരുങ്ങിയ വാക്കുകളിൽ 2 വാക്കുകളിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ, സമയമുണ്ട്, ഒരാൾ പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വിശുദ്ധ ദിനത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ തിരുമേശയോർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസനെ ഇത്രത്തോളം ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. വചനം തന്റെ ജനത്തിന് വേണ്ടി വിളമ്പുവാൻ, വചനം കർത്താവെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ പകൽക്കാലം ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകർന്നതിനായി സ്തുതിക്കുന്നു. അശുദ്ധിയിൽ ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ടെന്നുള്ള കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. വിശുദ്ധിക്കായി ഞങ്ങളെ വിളിച്ച ദൈവമാകുന്നു. അവിടുന്ന് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഞങ്ങളും വിശുദ്ധരാണെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുമേശയെ അനുഗ്രഹിക്കണം. അത് പഠിച്ച് പാലം ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. ഞങ്ങൾ ആരും നിദ്രയ്ക്കോ രോഗത്തിനോ മരണത്തിനോ ഏൽപ്പിക്കാതെ വണ്ണം കർത്താവ് ഞങ്ങൾക്ക് വേണ്ട ആയുസ് നൽകി തന്നെ സഹായിക്കണം. തിരുനാമം ഞങ്ങൾ കൂടിയും ബഹുത്വപ്പെടണം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ പിന്നെയും ഇടയാക്കണം. ഈ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് പകൽ കർത്താവിന്റെ മേശയുടെ നടുവിലായിട്ട് ദൈവത്തിലെ നിങ്ങളുടെ ശ്രദ്ധ ഈ വിശുദ്ധ മേശയിൽ ഞാൻ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കാൻ പോകുന്ന അപ്പത്തിലേക്കാണ്. യേശു താൻ തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, താൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി. ശിഷ്യന്മാരുടെ നടുവിൽ താനായിരിക്കുന്നു, സ്തോത്രം ചൊല്ലി. ഇതെന്ന് പറഞ്ഞു സ്തോത്രം, അവർ സ്തോത്രം ചൊല്ലി. എല്ലാവരും സ്തോത്രം പറഞ്ഞു. ഇത് എന്റെ ശരീരമാണ്.
നോക്കിയ വാക്കുകളല്ല യേശു ഉച്ചരിച്ചത്. യേശു കർത്താവ് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരമാകുന്നു. എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പിതാക്കന്മാർ മന്ന കഴിച്ചു, അവന്മാർ ഭൂമിയിൽ പട്ടു. എന്നാൽ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ആവണം തന്നെ കഴിഞ്ഞ ശേഷം സമയത്തിന്റെ അവൻ പാനപാത്രം കരങ്ങളെടുത്തു, സ്വന്തം പറഞ്ഞു, എന്താ പറഞ്ഞു, വാങ്ങിക്കൊടുപ്പി, ഇതിനിപ്പുറപ്പടിയ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർ കൊടുത്തു. വാങ്ങിക്കൊടുപ്പി, ഇതിനിപ്പുറപ്പടിയ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന വെള്ളി, പൊന്ന മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു വന്ന ദോഷം നിഷ്കളങ്കമാകുന്ന കുഞ്ഞാടിന്റെ വലിയ രക്തത്താലാണ്. ആ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വിടരുത്. ഒരു പുതിയ നിയമപടിയാ. രക്തം കണ്ട ഭവനത്തെ സാത്താൻ വിട്ടൊഴിഞ്ഞു മാറിയത് പോലെ, സംഹാരങ്ങൾ വിട്ടൊഴിഞ്ഞു മാറിയത് പോലെ, ഇന്ന് മകൾ രക്തത്താൽ കൂട്ടായ്മയുള്ള മേശയുടെ നടുവിൽ ശുശ്രൂഷയിൽ യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ട് ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകും. ഇന്ന് മകൾ ഒരു മിനിറ്റ് നിങ്ങൾ മേശയുടെ നേരെ കരഞ്ഞു, നിങ്ങളെ തന്നെ സമർപ്പിച്ച ഏതെങ്കിലും തലങ്ങളിൽ കുറവുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞു. വചനപ്രകാരം ആരെങ്കിലും സ്നാനപ്പെടാതിരിക്കുന്നെങ്കിൽ ഈ മേശയുടെ നടുവിൽ വിളിച്ചു പറഞ്ഞാട്ട്, ദൈവത്തിന്റെ വരവ് താമസമെങ്കിൽ ഈ മേശ സത്യമായിരിക്കാൻ, വചനം സത്യമായിരിക്കാൻ ഞാൻ ഈ മേശയുടെ മുമ്പിൽ എന്നെ സമർപ്പിക്കുക. അടുത്തൊരവസരം കർത്താവ് തരുന്നെങ്കിൽ വചനപ്രകാരം ആരാധിച്ച മുന്നേറുവാൻ, ജലത്തിൽ സാക്ഷിയാൽ വിശുദ്ധ മേശയുടെ പങ്കാളിയാകാൻ സഹായിക്കും. മാറ്റത്തിന്റെ ജലഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോട്ടെ. ഇന്ന് പകൽ ഞാൻ പറയാം, വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശീകരിക്കും അനുഭവം. ഇന്ന് പകൽ മേശയുടെ മുമ്പിൽ കരവെടുത്ത് പറഞ്ഞ, ദൈവമേ, ഞാൻ ഇനി തെറ്റിപ്പോകട്ടെ, എന്നെ ഒന്ന് പണിയുടെ കർത്താവ്, എനിക്കെന്നെ മെരുക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് പണിയണമേ. നിങ്ങൾ പറഞ്ഞാൽ സ്വർഗം നിങ്ങളുടെ കൂടെ, നിങ്ങളത് പകൽ പ്രാർത്ഥിച്ച ദൈവം ചെയ്യാൻ. രണ്ടിന് പകൽക്കാലം മേശയ്ക്ക് ഓഹരിക്കാരായി തീരുന്നവർ സ്വത്രം പറഞ്ഞാണ്. യേശുവേ, ഇന്ന് പകൽ അനേകരെ നിനക്ക് വേണ്ടി നേടാം, എന്നെ ശക്തീകരിക്കണമേ. ഒരവസരം ദൈവം തരികയാണ്, ഒരവസരം ദൈവം തരികയാണ്. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ നടുവിച്ചിരിക്കും. യേശു പറഞ്ഞു, ജനം ചെയ്യുന്നത് എന്തെന്നറിയാൻ കൂടി ക്ഷമിക്കണം. ഒരു വലിയ മധ്യസ്ഥ നമുക്കുള്ളവർ യേശു കർത്താവിന്റെ പകൽക്കാലം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം അവന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാണ്. സഭയുടെ നടുവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കപ്പെടുന്നു. ഈ പകൽ കർത്താവിന്റെ മേശ എന്ന് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റാട്ട്, ആയിരിക്കുന്നിടത്ത് നിങ്ങൾ എഴുന്നേറ്റാട്ട്.